നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തെ ആധുനികതയിലേക്ക് വഴി നടത്തിച്ച മഹാസന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് മന്ത്രി MP രാജേഷ്. ദർശനങ്ങൾ കൊണ്ടും ചിന്ത കൊണ്ടും അദ്ദേഹം വിശ്വഗുരു എന്നും മന്ത്രി. ഒറ്റപ്പാലത്തെ SNDP താലൂക്ക് യൂണിയൻ ഗുരുദേവ ജയന്തി ആഘോഷം. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. വാഴാനി റോഡിൽ മങ്കര ലക്ഷം വീട് ഉന്നതിക്ക് എതിർവശത്തെ ജനവാസ മേഖലയിൽ പുലർച്ചെ എത്തിയത് 3 കാട്ടാനകൾ. ഭീതിയോടെ പ്രദേശവാസികൾ. തൃശൂർ പള്ളിപ്പുറത്ത് വാഹനാപകടത്തിൽ SFI നേതാവ് മരിച്ചത് SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് റൌഫ്. അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തെ ആധുനികതയിലേക്ക് വഴി നടത്തിച്ച മഹാസന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് മന്ത്രി MP രാജേഷ്. SNDP ഒറ്റപ്പാലം യൂണിയന്റെ ഗുരുദേവ ജയന്തി ആഘോഷം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ദർശനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ശാന്തി കൊണ്ടും കർമ്മം കൊണ്ടും വിശ്വഗുരുവായി മാറിയ ശ്രേഷ്ഠ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്നും മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടി. സോദരത്വേന എന്ന വാക്ക് ഗുരു കേരളത്തിന് സംഭാവന ചെയ്തതാണ്. മാതൃകാസ്ഥാനമെന്ന ഗുരുവാക്യത്തിന് അർത്ഥപ്രസക്തി ഏറെയാണെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവിന്റെ ദർശനത്തെ കൈയൊഴിഞ്ഞ് ഗുരുവിനെ മാത്രം നാം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുവിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു രൂപം, ഒരു പ്രതിമ, അതിലല്ല ഗുരു ഇരിക്കുന്നത്. ഗുരു അദ്ദേഹത്തിൻ്റെ ദർശനത്തിലാണ് ഇരിക്കുന്നത്. അത് പകർന്ന വെളിച്ചമാണ് കേരളത്തെ ആധുനികതയിലേക്ക് വഴി നടത്തിയത്. ഇപ്പോഴും കേരളത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ജീവിതയോഗ്യമായ ഇടമാക്കി നിലനിർത്തുന്നത്, ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാക്കി നിലനിർത്തുന്നത്. അതൊട്ടും അതിശയോക്തിയല്ല. നേരത്തെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഛായാചിത്രം വഹിച്ചുള്ള ഘോഷയാത്ര നടന്നു. ഒറ്റപ്പാലം നഗരസഭാ മാർക്കറ്റ് കോംപ്ലക്സിന് സമീപത്തു നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. K പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, താലൂക്ക് SNDP യൂണിയൻ സെക്രട്ടറി CC ജയൻ, P വേണുഗോപാൽ, അഡ്വക്കേറ്റ് അനിൽ രാജ്, C സതീശൻ, KR ബാലൻ, T സേതുമാധവൻ, M മനോജ്, K സോമസുന്ദരൻ, TR ജോഷ്, O അരവിന്ദൻ, C ശ്രീകുമാർ, K ദാസൻ, K സുരേഷ്, TP രാമചന്ദ്രൻ, K വിജയൻ, P രത്നകുമാരി, A സ്വയംപ്രഭ, പ്രവീൺ കണ്ടംപുള്ളി, രാജീവ് മാടമ്പി, അരുൺകുമാർ, സുജീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കിൽ നിന്നുള്ള ശാഖകളിലെ അംഗങ്ങളാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പുലർച്ചെ 3 മണിയോടെ വാഴാനി റോഡിൽ മങ്കര ലക്ഷം വീട് ഉന്നതിക്ക് എതിർവശത്തെ ജനവാസ മേഖലയിലാണ് 3 കാട്ടാനകൾ എത്തിയത്. വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. മരച്ചില്ലകൾ ഒടിക്കുന്ന ശബ്ദവും ആനയുടെ രൂക്ഷമായ ഗന്ധവും കേട്ടുണർന്ന പ്രദേശവാസികൾ ടോർച്ച് തെളിയിച്ചും ബഹളം വെച്ചും ആനകളെ കാടുകയറ്റുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പും നഗരസഭയിലെ 17-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. നിലവിൽ ആനകൾ എത്തിയ സ്ഥലത്തു നിന്നും കേവലം 100 മീറ്റർ മാത്രം താഴേക്കിറങ്ങിയാൽ വാഴാനി റോഡിലെത്തും. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ എത്തിയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുമ്പായി കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ നഗരസഭയും വനം വകുപ്പും കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. രാത്രികാലങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യമാണെന്നും റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ നമ്പർ പ്രദേശവാസികൾക്ക് ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പള്ളിപ്പുറത്ത് കാറിൽ ബൈക്കിടിച്ച് SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം മരിച്ചു. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന കിഴുപ്പള്ളിക്കര തിരുത്തേക്കാട് സ്വദേശി മുഹമ്മദ് റൌഫാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കിഴുപ്പള്ളിക്കര തിരുത്തേക്കാട് സ്വദേശി 15 വയസ്സുള്ള നിവേദിന് ഗുരുതരമായി പരിക്കേറ്റു. ആലപ്പാട് പുത്തൻതോട് പാലത്തിന് സമീപമായിരുന്നു അപകടം.
മുഹമ്മദ് റൌഫും നിവേദും പള്ളിപ്പുറത്തേക്ക് പോകവെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും ബൈക്കിൽ നിന്ന് തെറിച്ചു വീണു. ബൈക്ക് പാടെ തകർന്നു. കാറിനും കേടുപാടുകൾ സംഭവിച്ചു. ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റൌഫ് മരിക്കുകയായിരുന്നു. SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗമാണ് മരിച്ച റൌഫ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തിരുത്തക്കാട് സ്വദേശി 15 വയസ്സുള്ള നിവേദ് കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയയുടെ നേതൃത്വത്തിൽ GK എടത്തനാട്ടുകര എഴുതിയ വെളിച്ചമാണ് തിരുബൂതർ പുസ്തക ചർച്ചയും സൗഹൃദ സംഗമവും നടത്തി. കോട്ടായി ചെമ്പൈ സ്മാരക സംഗീത ഹാളിൽ നടത്തിയ ചടങ്ങ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ മുരളി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനത്തെ നമ്മളെല്ലാവരുമായി ആഘോഷിക്കാറുണ്ട്. അത് സെപ്റ്റംബർ 5 അന്ന് തന്നെയായിരുന്നു തിരുവോണം. മഹാബലി ചക്രവർത്തിയുടെ കേരളത്തിലേക്കുള്ള സുതലം എന്ന് പറയുന്ന ആ സത്യശ്യാമള കോമളമായ പ്രദേശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു അന്വേഷകനായിട്ട് അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിൻ്റെ വക്താവായിട്ട് വരുന്ന മഹാബലിയുടെ വരവിനെ വളരെ സമുചിതമായി നമ്മൾ ആഘോഷിക്കുന്ന ആ തിരുവോണം നമ്മൾ ഇവിടെ ഉണ്ടാക്കി. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ പ്രസിഡന്റ് A.A. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഡയലോഗ് സെന്റർ കേരള സെക്രട്ടറി സമദ് കുന്നക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി. അനസ് മാസ്റ്റർ മൂലോട്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, വനിതാ സാഹിതി ഭാരവാഹി ലളിത മധു തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ സുധീർ സുലൈമാൻ പറളി സ്വാഗതവും NP ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം കൂനത്ര പ്രഭാതം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള സംസ്ഥാനം മലയാളികൾ എവിടെ കണ്ടോ അവിടെയൊക്കെ ഓണം നല്ല നിലയിൽ ആഘോഷിക്കുകയാണ്. മുൻകാലത്തുള്ള ഒരു പഴഞ്ചൊല്ല് കാണം വിറ്റ് ഓണം ഉണ്ണണം മലയാളി എന്നാണ്. അത് ആ കാലത്താണ്. ആ കാലത്ത് ഓണത്തിന് നല്ല പ്രസക്തിയുണ്ട്. ഏറ്റവും നല്ല ഗൗരവത്തോടുകൂടി പട്ടിണിയുടെ നാളുകൾ കഴിഞ്ഞ്, അതായത് പഞ്ഞ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് പൊന്നിൻ ചിങ്ങമാസത്തിൽ പുത്തിരി ഉണ്ണാനുള്ള ഒരവസരം കൂടി ഉണ്ടാവും എന്ന പ്രതീക്ഷ ഉള്ള സമയത്താണ് പൊന്നോണത്തിന്റെ വരവ്. ദേശീയ പോലീസ് മീറ്റിൽ വിരലടയാള വൈദഗ്ധ്യത്തിനുള്ള സ്വർണ്ണ മെഡലും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും കരസ്ഥമാക്കിയ തൃത്താല CI മനോജ് K ഗോപിയെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും പ്രസിഡന്റ് വിതരണം ചെയ്തു. P ദേവദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഭാസ്കരൻ, P സുരേന്ദ്രൻ, N ബാലൻ, മനോജ്, V ചന്ദ്രൻ, സ്മിത കളപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സതീഷ് സ്വാഗതവും ക്ലബ്ബ് ഭാരവാഹി TP ശരത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി NSS കരയോഗത്തിന്റെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചെറുമുണ്ടശ്ശേരി NSS കരയോഗം പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, കരയോഗം സെക്രട്ടറി O സദാനന്ദൻ മാസ്റ്റർ, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം വിനോദ് കുമാർ, സുശീല രവിശങ്കർ, രജനി കവനാട്ട്, ബേബി പന്തലിങ്ങൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയുമുണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ചെറുകുളം ദേവി കലാസമിതിയുടെ 26ാമത് വാർഷികാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങൾക്ക് പുറമെ SSLC, +2 പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടന്നു. പത്തിരിപ്പാല ആഗലൂർ വെസ്റ്റ് NSS കരയോഗത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായി ആധ്യാത്മിക ചിന്ത. ഇന്നത്തെ കാലത്ത് നിരീശ്വരവാദമൊക്കെ പറഞ്ഞു നടക്കും ആൾക്കാർ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് അടുത്ത ശ്വാസം വലിക്കണമെങ്കിൽ ഒരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് ആ ശക്തിയെ നമ്മൾ ആദരിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഏത് വിധത്തിലോട്ടെ. അപ്പോൾ ആധ്യാത്മിക ക്ലാസ് നമ്മുടെ ജനറൽ സെക്രട്ടറി വളരെ നിഷ്കർഷയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്, ആധ്യാത്മിക പാഠശാല എല്ലാ കരയോഗങ്ങളിലും നിർബന്ധമായി നടത്തണം. കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KP ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉണ്ണികൃഷ്ണൻ, ശങ്കരനാരായണൻ, രാമചന്ദ്രൻ നായർ, ശിവദാസൻ മാസ്റ്റർ, ശാന്തി ശങ്കരനാരായണൻ, രജിത ബാബു, അജിത എന്നിവർ സംസാരിച്ചു. മുരളീധരൻ സ്വാഗതവും A. കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ, കലാകായിക മത്സരങ്ങൾ, എനർജി പാക്കിംഗ് എന്നിവയുണ്ടായി. വൈകിട്ട് ദേശീയഗാനത്തോടെ സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ മുഴുവൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പഞ്ചായത്ത് അംഗത്തിന്റെ സ്വന്തം ചിലവിൽ ഓണക്കോടി വിതരണം ചെയ്തു. തൊഴിലുറപ്പുകാർക്കും മറ്റ് അമ്മമാർക്കുമായി 100 പേർക്കാണ് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് ഓണക്കോടി വിതരണം ചെയ്തത്. അർഹതപ്പെട്ട നിർധനർക്കുള്ള കിറ്റും വീടുകളിൽ തിരുവോണ ദിവസം എത്തിച്ചു നൽകി. എല്ലാ വർഷവും തുടർച്ചയായി ഓണക്കോടിയും ഓണക്കിറ്റും പഞ്ചായത്ത് അംഗം നൽകി വരുന്നുണ്ട്. ഓണക്കോടി വിതരണം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് നിർവഹിച്ചു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരന്മാർക്കും ഓണസമ്മാനമായി ഈ സഹോദരന്റെ, ഈ മകന്റെ ഒരു ഓണക്കിറ്റ് നിങ്ങൾക്ക് തരുന്നതിനാണ്. നിങ്ങളെല്ലാവരെയും ഇന്ന് തിരുവോണ നാളിൽ ഒരുമിച്ച് കാണുന്നതിനും നിങ്ങളോട് കുറച്ച് സൗഹൃദം പങ്കിടുന്നതിനുമാണ് ഇന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവർക്കും എന്റെ തിരുവോണ ആശംസകൾ ഞാൻ ആദ്യമായി നേരുകയാണ്. CDS മെമ്പർ നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു. സൗമിനി രാമചന്ദ്രൻ, അനുമോൾ പൂളയ്ക്കൽ, രാജീവ്, റിൻഷ, ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ ആധുനികതയിലേക്ക് വഴി നടത്തിച്ച മഹാസന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് മന്ത്രി MP രാജേഷ്. ദർശനങ്ങൾ കൊണ്ടും ചിന്ത കൊണ്ടും അദ്ദേഹം വിശ്വഗുരു എന്നും മന്ത്രി. ഒറ്റപ്പാലത്തെ SNDP താലൂക്ക് യൂണിയൻ ഗുരുദേവ ജയന്തി ആഘോഷം. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. വാഴാനി റോഡിൽ മങ്കര ലക്ഷം വീട് ഉന്നതിക്ക് എതിർവശത്തെ ജനവാസ മേഖലയിൽ പുലർച്ചെ എത്തിയത് 3 കാട്ടാനകൾ. ഭീതിയോടെ പ്രദേശവാസികൾ. തൃശൂർ പള്ളിപ്പുറത്ത് വാഹനാപകടത്തിൽ SFI നേതാവ് മരിച്ചത് SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് റൌഫ്. അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.